വിജിൻ വായത്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, അപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം പറയുന്നത് കേൾക്കുമ്പോൾ ആശ്വാസം തന്നെയാണ്. കാരണം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. തീപിടുത്തം 1ാം നിലയിലെ വെന്റിലേറ്ററിലാണ്. അത് വളരെ പെട്ടെന്ന് അണയ്ക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണോ? തീർച്ചയായും പൂർണ്ണമായും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ കൂടുതൽ രോഗികളെ മറ്റ് ബ്ലോക്കുകളിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ആ ബ്ലോക്കുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഹോസ്പിറ്റൽ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും മറ്റ് അപകടങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. തീയായി കത്തിപ്പടരുന്ന നിലയുണ്ടായിട്ടില്ല. പുക ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ വിഷയം അറിയിച്ചു. ഈ അത്യാഹിത ബ്ലോക്കിലെ 1ാം നിലയിലാണ് ഇത്തരത്തിൽ ഒരു പുക ഉയർന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ വിവരങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിലവിൽ ആ രോഗികളെ തൊട്ടടുത്ത ബ്ലോക്കിലേക്ക് മാറ്റുകയും അതിനുശേഷം ആ ബ്ലോക്കിലേക്ക് അത്യാഹിതമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ആ ഉപകരണങ്ങൾ പൂർണ്ണമായും മറ്റ് ബ്ലോക്കുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്കത് കാണുകയും ചെയ്യാം. അത്തരം ഉപകരണങ്ങൾ ആ ബ്ലോക്കുകളിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും മറ്റേതെങ്കിലും തരത്തിലൊരു അപകട സംഭവിക്കുന്ന നിലയിലേക്ക് എന്തായാലും കാര്യങ്ങൾ പോകുന്നില്ല. വലിയ ആശങ്ക തന്നെയാണ് ഒഴിവായത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് കടമ്പ എന്ന് പറയുന്നത് അത് തൊട്ടടുത്ത ബ്ലോക്കുകളിലേക്ക് രോഗികളെ മാറ്റിയ ബ്ലോക്കുകളിലേക്ക് ഈ ഓക്സിജൻ നൽകുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ, അതായത് തീവ്ര അത്യാഹിത വിഭാഗമാണ് നിലവിൽ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ബ്ലോക്കിലാണ് നിലവിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്, തീ പടരുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഉപകരണങ്ങൾ അവർക്ക് കൃത്രിമ ശ്വാസം ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ എത്രയും പെട്ടെന്ന് നിലവിൽ രോഗികളെ മാറ്റിയ ബ്ലോക്കുകളിലേക്ക് എത്തിക്കണം. അതിനുള്ള തീവ്രമായ പരിശ്രമമാണ് ഇപ്പോൾ ആശുപത്രി ജീവനക്കാർ നടത്തുന്നത്. എന്തായാലും മറ്റേതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആശുപത്രി സൂപ്രണ്ട് അല്പസമയം മുമ്പ് വിശദീകരിച്ചത്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, മറ്റു ആളുകൾ, കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ ഉള്ളവർ എല്ലാം നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ 1ാം നിലയിലെ ഈ തീപിടുത്തം ഉണ്ടായ ഭാഗം, ആ ഭാഗം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ വിഭാഗം ഉൾപ്പെടെയുള്ളവർ എത്തി എങ്ങനെയാണ് ഈ തീ പടർന്നത് എന്ന കാര്യത്തിലുള്ള പരിശോധനയാണ് നിലവിൽ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ തീ മറ്റൊരു ഭാഗത്തേക്ക് പടരാതിരിക്കാനുള്ള കർശനമായ ജാഗ്രതയോടെയുള്ള നീക്കമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിൽസി, അവിടെ ഒരു തീ കത്തിപ്പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ രോഗികൾ ബഹളം ഉണ്ടാക്കുകയും അങ്ങനെ അത് ശ്രദ്ധയിലേക്ക് വരികയും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് രോഗികളെയൊക്കെ സുരക്ഷിതരായി കൊണ്ട് മാറ്റിയിട്ടുണ്ട്. അതിനൊപ്പം അവർക്ക് വേണ്ട, അതായത് വെന്റിലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ അത്രയും സൗകര്യങ്ങൾ അവരെ മാറ്റുന്ന സ്ഥലത്തേക്ക് കൂടി ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് സജ്ജീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു പരിശ്രമമാണ് അവിടെ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള അപകടങ്ങളില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി വിജിൻ വായന്തോട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഗികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പുക നിറഞ്ഞ അന്തരീക്ഷം നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. രോഗികളെല്ലാവരും സുരക്ഷിതരാണ് എന്ന് പറയുന്നു. ഇനി തീപിടുത്തമുണ്ടായ കാരണത്തെക്കുറിച്ച് കൂടിയുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുകൂടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആശങ്കപ്പെടേണ്ടതില്ല, കാരണം മറ്റ് സ്ഥലങ്ങളിൽ ICU വളരെ പെട്ടെന്ന് സജ്ജീകരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടെ കാണാം. വളരെ പെട്ടെന്ന് തന്നെ രോഗികളെയും ഒപ്പം തന്നെ അവർക്ക് വേണ്ട ഉപകരണങ്ങളെയും ഒക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റി സജ്ജീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അധികൃതർ ആവർത്തിച്ച് പറയുകയാണ്. വിജിൻ തുടരുന്നുണ്ട്. വിജിൻ, അപ്പോൾ നിലവിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ രോഗികളെ മാറ്റുന്നുണ്ട്. അവർക്ക് വേണ്ട ഉപകരണങ്ങൾ കൂടി സജ്ജമാക്കിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴും ആശങ്കയാകുന്നത് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടായി എന്നത് തന്നെയാണ്. തീർച്ചയായും അതാണ് നിലവിൽ എന്തായാലും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ തൊട്ടടുത്ത ഭാഗത്തുള്ള രോഗികളെ ഉൾപ്പെടെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെന്റിലേറ്റർ സംവിധാനം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിലാണ് ഇങ്ങനെയൊരു പുകയുയരുന്ന സാഹചര്യം ഉണ്ടായത്. ആ പുകയുയരുന്ന സാഹചര്യത്തിൽ തന്നെ പെട്ടെന്ന് ശ്രമം നിലവിൽ എന്തായാലും നടത്തിയിരുന്നു. അത്തരം ശ്രമങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെയാണ് കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ നിന്നതും. എന്തായാലും ഇപ്പോൾ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആശുപത്രി അധികൃതരുമായി അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും നിലവിൽ എന്തായാലും ഈ പ്രശ്നങ്ങൾ വേറെ തരത്തിൽ ഗുരുതരമായൊരു വിഷയം ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപകരണങ്ങൾ ഇപ്പോൾ മാറ്റുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപകരണങ്ങൾ മാറ്റുന്ന നടപടിയടക്കം അതിവേഗം അവിടെ പുരോഗമിക്കുകയാണ്. കോർപ്പറേഷൻ മേയറും ജില്ലാ കലക്ടറും അടക്കമുള്ള ആളുകളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് അല്പസമയത്തിനകം തന്നെ കോർപ്പറേഷൻ മേയർ പ്രതികരിക്കും.
അവിടെ പോട്ടെ.